ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ലാർജ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. യെല്ലോ സ്കിന്നുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീപ്പ് ബ്രൗൺ ആയിട്ടുള്ള സ്കിന്നുള്ള പൊട്ടറ്റോ കിട്ടുമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. കാരണം പൊട്ടറ്റോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. പീൽ ചെയ്തെടുത്ത ഉടനെ തന്നെ നിങ്ങളിത് തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ വന്ന് തൊലിയുടെ കളർ മാറും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ പലരും ഈ കോർണർ ഒഴിവാക്കാറുണ്ട്, ആ ഒരു പെർഫെക്റ്റ് എന്താ പറയുക ഷേപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഇതും ഉപയോഗിക്കാറുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന് പൊട്ടറ്റോ നമ്മൾ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വിരൽ വണ്ണത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഇതാ ഈ ഒരു വണ്ണത്തിൽ. കാരണം ഇതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് പുറമേ കരുകരിപ്പും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വണ്ണത്തിൽ കട്ട് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഭയങ്കര ക്രിസ്പി ആയിപ്പോവും, അല്ലെങ്കിൽ കുക്കാവില്ല. പൊട്ടറ്റോ കട്ട് ചെയ്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇതിലൊരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് വെള്ളം മുഴുവൻ തുടച്ചെടുക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെള്ളം ഉണ്ടാവരുത് ഇതിൽ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകി നല്ല കിച്ചൺ ടവൽ കൊണ്ട് തുടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണിത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൊട്ടറ്റോ ഡീപ്പ് ഫ്രൈ ആണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്രൈസ് പ്രോപ്പറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഓയിൽ നല്ല ചൂടായിട്ട് വരണം. കാരണം അത്യാവശ്യം ചൂട് വേണം. ചൂടില്ലാതെ തണുത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാലും ഫ്രഞ്ച് ഫ്രൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത്, ഓയിൽ പുകഞ്ഞു പോരുത്, പക്ഷേ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായോ എന്നറിയാൻ എളുപ്പമാണ്. ഒരു പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കിയാൽ മതി. കണ്ടോ, ബബിൾസ് ഒന്നുമില്ല. അപ്പോൾ ഓയിൽ ഒന്നുകൂടി ചൂടാവണം. ഇപ്പോൾ നോക്കൂ, കണ്ടോ, നിറയെ കുമിളകൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് ഓയിൽ ചൂടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ സമയത്ത് നമുക്ക് പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം പറയാം, ഓവർ ക്രൗഡായിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ തന്നെ. ഫ്ലെയിം നിങ്ങൾ കുറച്ച് കൊടുക്കുകയൊന്നും വേണ്ട. കഴിയുന്നതും ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു പോകാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ഗോൾഡൻ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് നല്ല കരികരിപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഒരു പേപ്പർ ടവൽ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 5 to 6 മിനിറ്റ് എടുത്തു ഇത് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപ്പും മറ്റ് സീസണിങ് എന്തെങ്കിലും നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം. ഇത് വളരെ ക്രൂഷ്യലാണ് കേട്ടോ. എണ്ണയിൽ നിന്ന് എടുത്ത ഉടനെ ചൂടോട് കൂടി ഇത് ചേർത്തില്ലെങ്കിൽ പിന്നീട് അത് ശരിയാവില്ല. നിങ്ങൾക്ക് സ്പൈസിക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ചേർക്കാം. അതുപോലെ മറ്റേത് ഫ്ലേവർ വേണേലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഡബിൾ ഫ്രൈയിങ് മെത്തേഡിൽ എങ്ങനെയാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ ആസ് യൂഷ്വൽ ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുക. അതിനുശേഷം ഇത് ഒരു 1.5-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. വല്ലാതെ ഗോൾഡൻ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഒരു പേപ്പർ ടവൽ വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. യാതൊരു കാരണവശാലും ടിഷ്യൂ പേപ്പർ വെച്ച പാത്രത്തിലേക്ക് മാറ്റരുത് കേട്ടോ. കാരണം ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടില്ല, നല്ലപോലെ ഓയിലുണ്ട്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ അതിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി റിമൈനിങ് പൊട്ടറ്റോയും കൂടെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കരികരിപ്പായിട്ട് കിട്ടും, നമ്മൾ സിംഗിൾ ഒറ്റത്തവണ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടറ്റോ ശരിക്കും ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇതും നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് കോരിയെടുത്ത് ഒരു പേപ്പർ ടവൽ വെച്ച ബൗളിലേക്ക് മാറ്റാം. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മളിത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് ആവശ്യമില്ല എങ്കിൽ ഇതൊരു ഫ്രീസർ ബാഗിലാക്കിയിട്ട് നിങ്ങൾ ഫ്രീസ് ചെയ്താൽ മതി.
വേണമെങ്കിൽ തണുത്തതിന് ശേഷം ഒരു അല്പം കോൺഫ്ലോറും കൂടി തടവി കൊടുത്തോളൂ. അപ്പോൾ തമ്മിൽ അല്ലാതെ സ്റ്റിക്കാവില്ല. അതിനുശേഷം ഫ്രീസർ ബാഗിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രീസർ ബാഗിലൊന്നും വെക്കുന്നില്ല, തണുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ പൊട്ടറ്റോ വീണ്ടും ഫ്രൈ ചെയ്യാണ്. ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല ഗോൾഡൻ ആയിട്ട് വരും. കണ്ടില്ലേ, പെട്ടെന്ന് ഈ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കരികരിപ്പായിട്ട് വരും. നല്ലപോലെ ഒന്ന് ഗോൾഡൻ ആയതിനു ശേഷം വീണ്ടും ഇത് നമുക്ക് വാങ്ങാം. എന്നിട്ട് ഒരു പേപ്പർ ടവൽ വെച്ച പാത്രത്തിലേക്ക് ഓയിൽ വലിയാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് പുറമേ കരികരിപ്പും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഏത് സീസണിങ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യാം, അതല്ല ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.